ഈ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ വെജ് ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് ആരും പറയില്ല. ടേസ്റ്റ് മാത്രമല്ല, കുറച്ച് ഹെൽത്തിയും കൂടെയാണിത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കണ്ടാലോ? അതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ബദാം ഉണ്ടെങ്കിൽ 8-10 ബദാം ചേർക്കാം, 1 കഷ്ണം ഇഞ്ചി, 3-4 ഗ്രാമ്പു, ചെറിയ 2-3 കഷ്ണം പട്ട, 2 ഏലക്കായ, എരിവിനനുസരിച്ച് 3-4 പച്ചമുളക്, 1 കൈ നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മീഡിയം സൈസ് സവോള കനം കുറച്ചൊന്ന് അരിഞ്ഞു വെക്കാം. അതേ വലുപ്പത്തിലുള്ള ഒരു സവോളയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടെ വെക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് അരിഞ്ഞു വെച്ച സവോളയൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു നിറം ആകുമ്പോഴത്തേക്കും കോരി മാറ്റി വെക്കാം. ബാക്കി വരുന്ന ഓയിലിലേക്ക് നമുക്ക് വെജിറ്റബിൾ മസാല റെഡിയാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സായി ജീരകം, 1 തക്കോലം, 1 ബേ ലീഫ് ഇത്രയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ചതച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ മസാല ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് സവോള സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റാം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2-3 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്യാപ്സിക്കം ഒഴികെയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർക്കാം. ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി അല്ലെങ്കിൽ 1/4 കപ്പ് തേങ്ങാപ്പാലും ആവശ്യത്തിന് ബിരിയാണി മസാലയും ചേർക്കാം. ഞാൻ കിച്ചൺ ട്രഷറിൻ്റെ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത്. ഇതിനകത്ത് പുളി കുറവായതുകൊണ്ട് ഞാൻ അല്പം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച സവോളയും കുറച്ച് മല്ലിയില അരിഞ്ഞതും, ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. ഈ വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോകണ്ട, കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കണേ. ഒരു നുള്ളു കുങ്കുമപ്പൂവ് ഞാൻ ചൂട് പാലിനകത്ത് കുതിരാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. 1.5 കപ്പ് ബസുമതി റൈസാണ് ഞാൻ എടുക്കുന്നത്. ഇത് നന്നായി കഴുകി 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ അരി വേവിക്കാനായിട്ട് 1.5 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക, 1 ബേ ലീഫ്, 1 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു ഇത്രയും ചേർത്തൊന്ന് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സോക്ക് ചെയ്ത് വെച്ച റൈസും കൂടെ ചേർത്ത് 5 മുതൽ 7 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കാം. ഓരോരുത്തരും എടുക്കുന്ന അരിക്ക് ഓരോ വേവായിരിക്കും, അപ്പോൾ അതനുസരിച്ച് വേണം വേവിക്കാൻ. അരി ഒരു 80% വെന്താൽ മതി. അപ്പോഴേക്കും വെള്ളം വാർത്ത് കളയണം. ഇപ്പോൾ അരി പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, 1 പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് ഈ സമയത്ത് മസാലകളൊക്കെ എടുത്ത് മാറ്റിക്കണം, പട്ടയും ഗ്രാമ്പും അങ്ങനെയുള്ളതൊക്കെ. ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്യാനുള്ള ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് ആദ്യം റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുങ്കുമപ്പൂവ് പാലിൽ കുതിർത്തത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞതും സവോള വഴറ്റിയതും കൂടി ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും ചെയ്യാം. ഈ ഒരു അളവ് ചെയ്യുമ്പോൾ 2 ലെയർ ചെയ്യാനേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്, അതുപോലെ അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ മുകളിൽ തൂവിയിട്ട് അടച്ചു വെച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടവർക്ക് കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ വറുത്ത് ചേർക്കാം. സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ ഇതൊന്നും ചേർക്കാറില്ല, സവോള വഴറ്റിയതും ചേർക്കാറില്ല. പിന്നെ ഇതിനകത്തേക്ക് പോമഗ്രാനൈറ്റ് ചേർക്കാറുണ്ട്. അത് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ
പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്